ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പലതരം പ്രതിസന്ധിയിലൂടെയാണ് ഇക്കാലത്ത് പലരും കടന്നു പോകുന്നത്. പലർക്കും ജോലി നഷ്ടമായിട്ടുണ്ട്. വേറെ ചിലർക്ക് ജോലി നഷ്ടമായേക്കാൻ സാധ്യതയുണ്ട്. വേറെ ചിലരാവട്ടെ ജോലിയില്ലാതെ വിഷമിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ദൈവത്തിലേക്ക് തിരിയുകയും അവിടുത്തെ ആശ്രയിക്കുകയും മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. കാരണം നാം നിസ്സഹായരാണ്. നാം ആരെ ആശ്രയിക്കുന്നുവോ അവർക്കും മാനുഷികമായ പരിമിതിയുണ്ട്. എന്നാൽ എല്ലാ പരിമിതിയെയും അതിലംഘിക്കുന്നതാണ് ദൈവിക ശക്തി. ആ ദൈവിക ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഞാനിന്ന് പറയുന്ന വചനങ്ങൾ നിങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. ജോലിയില്ലാത്തവര്, ജോലിക്കായി അന്വേഷിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കുക. 30 ദിവസം നിയോഗം വെച്ച് ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങൾ മാറിക്കിട്ടും, പുതിയ വഴികൾ തുറക്കപ്പെടും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വചനക്കൊന്തയുടെ രൂപത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവരൊക്കെ അപ്രകാരം തന്നെ പ്രാർത്ഥിക്കുക. വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 31-32 തിരുവചനങ്ങൾ. അതിനാൽ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്തു ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. 2-ാമത്തെ വചനം ഹെബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം തിരുവചനം. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. 3-ാമത്തെ വചനം 1 പത്രോസ് 5-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 4-ാമത്തെ വചനം ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം തിരുവചനം. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. 5-ാമത്തെ തിരുവചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 50-ാം അധ്യായം 15-ാം തിരുവചനം. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും. നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഈ വചനങ്ങൾ ഓരോന്നും നിങ്ങൾ വിശ്വാസപൂർവം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഓരോ വചനവും ഏറ്റുപറഞ്ഞിട്ട് ഇപ്രകാരം പറയുക: ഓ കർത്താവേ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ജോലി മേഖലയിലെ തടസ്സങ്ങൾ അവിടുന്ന് എടുത്തു മാറ്റണമേ. ഇപ്രകാരം പറഞ്ഞ് പ്രാർത്ഥിക്കുക. വചനക്കൊന്ത ചൊല്ലാൻ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും. വചനക്കൊന്തയുടെ പല വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് ഒറ്റ വാക്കിൽ ഞാനൊന്ന് പറയാം. ആദ്യം ത്രിത്വസ്തുതി, പിന്നെ വിശ്വാസ പ്രമാണം, അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ 5 വചനങ്ങളുണ്ടല്ലോ, ഈ ഓരോ വചനങ്ങളും 10 പ്രാവശ്യം വെച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ഓരോ 10 പ്രാവശ്യം കഴിയുമ്പോഴും ഹെബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം നിങ്ങൾ ഒരു തവണ ഏറ്റുപറയണം. ഓരോ 10 പ്രാവശ്യം കഴിയുമ്പോഴും ഈ ഹെബ്രായർ 4:12 വചനം ഏറ്റുപറയണം ഒരു പ്രാവശ്യം. വചനം ഇതാണ്: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഇങ്ങനെയാണ് വചനക്കൊന്ത ചൊല്ലേണ്ടത്. ഈ കൂടെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കൊച്ചു പ്രാർത്ഥന കൂടി പറഞ്ഞു തരാം. നിങ്ങളുടെ ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു പ്രാർത്ഥനയാണ്. ജോലിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പായി ഈ ഒരു കൊച്ചു പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്നിറങ്ങുക. സർവശക്തനായ ദൈവമേ, എൻ്റെ തൊഴിൽ ജീവിതത്തിൽ അങ്ങയുടെ അനുഗ്രഹവും മാർഗനിർദ്ദേശവും ഞാൻ തേടുന്നു. എൻ്റെ പ്രവർത്തികളിൽ ജ്ഞാനവും ശക്തിയും നൽകണമേ. വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ക്ഷമയും എനിക്ക് പ്രദാനം ചെയ്യണമേ. എൻ്റെ അധ്വാനം ഫലപ്രദമാകാനും എൻ്റെ ശ്രമങ്ങൾ വിജയത്തിലേക്ക് നയിക്കപ്പെടാനും പ്രാർത്ഥിക്കുന്നു.
സത്യസന്ധതയോടും കർത്തവ്യനിഷ്ഠയോടും കൂടി പ്രവർത്തിക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ തൊഴിലിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ എന്നെ യോഗ്യനാക്കണമേ. അങ്ങയുടെ തിരുനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.